കൃപാസന ഉടമ്പടി ആദ്യമായി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഉടമ്പടി നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന്, ഓൺലൈനായിട്ടും എടുക്കാം. രണ്ട്, നമുക്ക് ഡയറക്റ്റായിട്ട് കൃപാസനത്തിൻ്റെ ചർച്ചിൽ ചെന്നിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് അവിടുന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് എടുക്കാം. അതിന് പറഞ്ഞാൽ തീർത്ഥാടന ഉടമ്പടി. അങ്ങനെ 2 ടൈപ്സ് ഓഫ് ഉടമ്പടിയാണുള്ളത്. ഒന്ന് ഓൺലൈനും, രണ്ട് തീർത്ഥാടന ഉടമ്പടി. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് തീർത്ഥാടന ഉടമ്പടിയെക്കുറിച്ചാണ്. ആലപ്പുഴ കൃപാസനത്തിൽ ചെന്ന് ഡയറക്റ്റായിട്ട് ഉടമ്പടി എടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഉടമ്പടി എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. നമ്മളും ഈശോയും തമ്മിലുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. അതിനൊരു കാലാവധിയുണ്ട്. 90 ഡേയ്സിലേക്കാണ് നമ്മൾ ഒരു ഉടമ്പടിയുടെ കാലാവധി. അതിന് 6 കണ്ടീഷൻസ് അല്ലെങ്കിൽ നിബന്ധനകൾ നമ്മൾ പാലിക്കണം. 6 നിബന്ധനകൾ നമ്മൾ പാലിക്കാം എന്നൊരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അതിൽ നമുക്ക് 6 പ്രെയർ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ നിയോഗങ്ങൾ നമുക്ക് കൃപാസന മാതാവ് വഴി നമുക്ക് സമർപ്പിക്കാം. ഈ 6 നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ 6 നിബന്ധനകൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കൃപാസന ഉടമ്പടി. ഈ 90 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 90 ദിവസം കഴിഞ്ഞ് നമുക്ക് മാതാവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളവിടെ പോയി സാക്ഷ്യപ്പെടുത്തണം. അല്ല 90 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് കൃപാസനത്തിൽ പോയി നമ്മുടെ ഉടമ്പടി പുതുക്കാം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഉടമ്പടി 90 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാം. പുതിയതായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നവർക്ക് 3 ടൈം സ്ലോട്ട് ഉണ്ട്. ഒന്ന് മോർണിംഗ് 7 AM, രണ്ടാമത്തേത് 11:30 AM, മൂന്നാമത്തേത് 2:30 PM. ഈ 3 ടൈം സ്ലോട്ടുകളാണുള്ളത്. നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഏതാണോ ആ ടൈം പ്ലാൻ ചെയ്ത് അവിടെ എത്താൻ ട്രൈ ചെയ്യുക. ഒരു 1 hour ബിഫോറെങ്കിലും അവിടെ ചെല്ലണം നമ്മൾ. ആദ്യമായി ഉടമ്പടി എടുക്കുന്നവർ കൗണ്ടർ 2-ൽ ചെല്ലാൻ പറയും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫസ്റ്റ് രജിസ്ട്രേഷനുണ്ട്. രജിസ്ട്രേഷൻ ഫീ 100. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവരൊരു 10 കൃപാസനത്തിൻ്റെ പത്രം തരും. അത് കഴിഞ്ഞ് നമ്മുടെ ടൈം സ്ലോട്ട് ഏതാണോ ആ സമയത്ത് വരാൻ പറയും. അപ്പം ഞങ്ങളൊക്കെ 11:30 ടൈം സ്ലോട്ടാണ് എടുത്തത്. അപ്പം ഒരു 9 ഇപ്പോൾ അവിടെ ചെന്നു, രജിസ്റ്റർ ചെയ്തു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു. ഒരു 11:30 നമ്മളവിടെ 11:30 ഒരു ക്ലാസ് ആയിട്ടാണ് അവർ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പം ക്ലാസ്സിന് നമ്മൾ ഒരു ഹോളിലാണ്. ആ ഹോളിൽ ഒരു 500 സീറ്റ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അത് കൂടുതൽ ആൾക്കാർ ഒക്കുപ്പൈഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 11:30 ആണെങ്കിൽ ഒരു 11 മണി ആകുമ്പോഴേക്കും നമ്മൾ ക്യൂവിൽ നിൽക്കണം. ക്യൂവിൽ നിന്ന് ആ ഹോളിൽ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 11:30 തൊട്ട് നമുക്ക് ക്ലാസ്സാണ്. ഈ ഉടമ്പടി എന്താണ്, എന്തൊക്കെ നമ്മൾ പാലിക്കണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ അച്ഛൻ്റെ ഒരു റെക്കോർഡായിട്ടുള്ളൊരു സെഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ക്ലാസ്സായിട്ട് പറഞ്ഞു തരും. ആ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഓരോ ആൾക്കാരെയായിട്ട് വിളിക്കും, ഓരോ കാറ്റഗറൈസ് ചെയ്ത്. ഇപ്പം ഔട്ട് ഓഫ് ഇന്ത്യയുടെ വെളിയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു ടൈപ്പ് ഓഫ് ഫോമാണ്. അതുപോലെ കേരളത്തിന് വെളിയിലോട്ട് പോകുന്നവർക്ക് വേറൊരു ഫോം, പിന്നെ അക്രൈസ്തവരായിട്ടുള്ളവർക്ക് വേറൊരു ഫോം, ലാസ്റ്റ് നമ്മുടെ ക്രിസ്ത്യൻസ് അവർക്ക് ഒരു ഫോം. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വിളിച്ച് അവർ അതിൽ ഫില്ല് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് പറയും. അതിനകത്ത് നമ്മൾ പാലിക്കേണ്ട നിബന്ധനകൾ 6 നിബന്ധനകളുണ്ടല്ലോ. ആ 6 നിബന്ധനകൾ അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് നമ്മുടെ നിയോഗങ്ങൾ 6 നിയോഗങ്ങൾ
നിങ്ങളവിടെ അതിൽ ഒരു പേജുണ്ട്. അതിൽ നമ്മുടെ 6 നിയോഗങ്ങൾ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മുടെ 6 നിയോഗങ്ങൾ നമ്മൾ എഴുതണം. ഓരോന്നോരോന്നായിട്ട് എഴുതി 6 നിയോഗങ്ങൾ നമ്മൾ എഴുതി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. ആ ക്ലാസ് ഏകദേശം ഒരു 2 മണിക്കൂറോളം വരും. ആ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ അവർ പറയും കൗണ്ടർ 8 ചെല്ലാൻ പറയും. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ കൗണ്ടർ 8 ചെല്ലണം. കൗണ്ടർ 8 ചെല്ലുമ്പോഴാണ് അവിടെയും ക്യൂ ഉണ്ട്, അത്യാവശ്യം റഷ് ആയിരിക്കും. അപ്പോൾ കൗണ്ടർ 8 ചെല്ലുമ്പം നമുക്ക് അവിടെ ഒരു രജിസ്ട്രേഷൻ പോലെയുണ്ട്. അവിടുന്ന് നമുക്ക് നേർച്ച വസ്തുക്കളായിട്ടുള്ള നമ്മുടെ എണ്ണയും ഉപ്പും പിന്നെ ഈ പ്രാർത്ഥിക്കുന്നതിനുള്ള പ്രയറിൻ്റെ ബുക്ക്, പിന്നെ ക്യാൻഡിൽസ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ക്യാൻഡിൽസ്, പിന്നെ കൃപാസനത്തിൻ്റെ നമ്മുടെ കാശുരൂപം, ഇത്രയും ഇത് നമുക്ക് അവിടുന്ന് തരും. പിന്നെ നമ്മുടെ ആ പേപ്പർ ഇടാനുള്ള ഒരു ഫയലുണ്ട്. പിന്നെ ആ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ഫയൽ പോലെ അതിനകത്തായിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ ആ നിയോഗമൊക്കെ എഴുതിയിരിക്കുന്ന ആ പേപ്പർ ഇട്ട് സൂക്ഷിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വരണം. അപ്പോൾ അവർ ഓരോ രജിസ്ട്രേഷൻ്റെ ആ ടോക്കണിൻ്റെ നമുക്കൊരു ടോക്കൺസ് ഉണ്ടാവും. ആ ടോക്കണിൻ്റെ നമ്പർ അനുസരിച്ച് ഓരോ ആൾക്കാരെ ഒരു 20 പേര് അടങ്ങുന്ന ടീമാക്കിയിട്ട് ആ 20 പേരുടെ ഒരു ടീമായിട്ട് നമ്മൾ ഒരു പ്രദക്ഷിണം പോലെ കൃപാസന മാതാവിൻ്റെ അടുത്തോട്ട് നമുക്കൊരു പ്രദക്ഷിണമായിട്ട് പോകും. അതും കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മുടെ ആ ടോക്കണിൻ്റെ നമ്പർ വരുന്നതനുസരിച്ച് നമ്മളെ വിളിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെന്ന് ആ ടോക്കണിൻ്റെ നമ്പർ വരുന്നതനുസരിച്ച് നമുക്ക് അവിടെ ചെന്നിട്ട് ആ പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൃപാസന മാതാവിൻ്റെ അടുത്തോട്ട് നമ്മൾ ചെല്ലുന്നത്. അവിടെ നിന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമുക്കൊരു വിളക്കിൽ തിരി കത്തിക്കാനുണ്ട്. അതിൽ നമ്മൾ തിരി കത്തിക്കണം. പിന്നെ ഈ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ചെല്ലണം. അവർ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു നിയോഗം നമ്മളത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മാതാവിന് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ പോയി മാതാവിന് സമർപ്പിച്ച് നമ്മൾ നിയോഗം നമ്മൾ ഡയറക്റ്റായിട്ട് മാതാവിന് സമർപ്പിക്കുന്നു. ഇത്രയും പ്രോസസ്സാണ് അവിടെയുള്ള. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഇങ്ങനെയാണ് പ്രൊസീജിയർ. പിന്നെ അവിടെ ചെല്ലുമ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അത് എക്സ്പെക്റ്റ് ചെയ്ത് വേണം നമ്മൾ പോകാൻ. ഇപ്പം നമുക്ക് ഏതാണോ സ്ലോട്ട് നമുക്ക് ഇപ്പം 11:30 സ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കയറാൻ. ഇത് കഴിയുമ്പം കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾ ചർച്ചിലോട്ട് കയറാനായിട്ട്. പിന്നെ അവിടെ തന്നെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ദാഹോക്ഷീണമൊക്കെ തോന്നുവാണെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാം. പിന്നെ ഈ കൃപാസനം തൊട്ടടുത്ത് തന്നെ ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ട്. നോർമൽ റേറ്റിൽ ഫുഡും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ടോക്കൺ അനുസരിച്ച് വിളിക്കുന്നതേ ഉള്ളൂ എങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അടുത്ത നമ്മൾ ടോക്കൺ വിളിക്കുന്ന സമയത്ത് കയറിയാൽ മതി. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ പേഴ്സണലി എനിക്ക് ഈ തീർത്ഥാടന ഉടമ്പടിയാണ് ഇഷ്ടം. കാരണം നമുക്ക് അവിടെ ചെന്ന് അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അവിടെ ഡയറക്റ്റായിട്ട് നമ്മൾ ചെല്ലുന്നു. നമുക്ക് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഡയറക്റ്റായിട്ട് കിട്ടുന്നു. പിന്നെ നമുക്ക് ഈ നേർച്ച വസ്തുക്കൾ നമുക്ക് കൃപാസനത്തിൽ നിന്നേ കിട്ടുന്നുള്ളൂ. ഓൺലൈനായിട്ട് നമ്മളിപ്പം ഉടമ്പടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ തിരിയും കാശുരൂപം, എണ്ണ, ഉപ്പ് ഇതൊന്നും ലഭിക്കുന്നില്ല. നമ്മൾ അവിടെ കൃപാസനത്തിൽ ഡയറക്റ്റായിട്ട് ചെന്ന് ഉടമ്പടി എടുക്കുന്നവർക്കേ നേർച്ച വസ്തുക്കൾ അവൈലബിളാക്കി കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് തീർത്ഥാടന ഉടമ്പടിയാണ്. ചെല്ലാനായിട്ട് നമുക്ക് കുറച്ചൊക്കെ ഡിഫിക്കൽറ്റി ഉണ്ട് എങ്കിൽ പോലും